നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സയ്യിദ് ഇബ്രാഹിം. പ്രധാന വാർത്തകൾ. സിപിഎമ്മിന്റെ കേരള രക്ഷാ മാർച്ചിന് കൊല്ലം ജില്ലയിൽ ഊഷ്മള സ്വീകരണം. ജാഥ വൈകിട്ടോടെ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിച്ചു. വിവിധ ആവശ്യങ്ങളുന്നയിച്ച് AIYF കൊട്ടാരക്കര വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. കടയ്ക്കൽ കശുവണ്ടി ഫാക്ടറി ഓഫീസ് തീപിടുത്തത്തിൽ കത്തി നശിച്ചു. രാത്രിയായതിനാൽ ആളപായമില്ല. കേന്ദ്രത്തിൽ മൂന്നാം മുന്നണി അധികാരത്തിൽ വരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. പത്തനാപുരത്ത് കേരള രക്ഷാ മാർച്ചിന് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയൊരു മതേതര ജനാധിപത്യ ബദൽ വളർന്നുവരുന്നത് ശുഭകരമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. RSSന്റെ വർഗീയ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന BJPയെ തടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും പകരം പുതിയൊരു ബദൽ ആവശ്യമാണെന്നുമുള്ള തിരിച്ചറിവാണ് മൂന്നാം മുന്നണി സഖ്യം വളരാൻ കാരണമാക്കിയതെന്നും പിണറായി അഭിപ്രായപ്പെട്ടു. മതനിരപേക്ഷത സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു പാർട്ടിയാണ്. ഇപ്പോൾ രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ് മതനിരപേക്ഷമാണെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ അത് വാക്കിൽ മാത്രമേ ഉള്ളൂ. പ്രവൃത്തിയിലും സമീപനത്തിലും വർഗീയതയുമായി സമരസപ്പെട്ടു പോവുകയാണ്. പലപ്പോഴും വർഗീയതയുമായി ഒത്തുകളിക്കുകയാണ്. ഈ സമരസപ്പെടലും ഒത്തുകളിയും മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തുന്നു, വർഗീയതയെ ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ രാജ്യത്ത് മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടതാവില്ല. കോൺഗ്രസ് പലപ്പോഴും വർഗീയ ശക്തിയുടെ ബി-ടീമായാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ബി-ടീമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് ശരിയായ തോതിൽ വർഗീയതയെ നേരിടാനാവില്ല. പ്രബല പാർട്ടികൾ മതേതര സഖ്യത്തിലെത്തിയതായും അദ്ദേഹം പറഞ്ഞു. ഇത് രണ്ടിനെയും മാറ്റി നിർത്തി ഒരു സംവിധാനം രാജ്യത്ത് രൂപം കൊള്ളാൻ പോകുന്നു. അതാണ് 11 പാർട്ടികൾ കൂടി ഇപ്പോ രൂപീകൃതമായ ഒരു ബ്ലോക്ക്, പാർലമെന്റിൽ ഒരു ബ്ലോക്കായി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 4 ഇടതുപക്ഷ പാർട്ടികൾ, തമിഴ്നാട് മുഖ്യമന്ത്രി ബ്ലോക്കായി. ഇനിയുള്ള നാളുകളിൽ കൂടുതൽ പാർട്ടികൾ ഇതോടൊപ്പം അണിനിരക്കാൻ പോകും. ഇവിടെ പറഞ്ഞ പാർട്ടികളിൽ പലതും അവരെ സംസ്ഥാനങ്ങളിൽ മഹാഭൂരിപക്ഷ സീറ്റുകളോ അല്ലെങ്കിൽ മുഴുവൻ സീറ്റുകളോ നേടുന്നവയാണ്. മുസ്ലിം യുവാക്കളെ തെരഞ്ഞുപിടിച്ച് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച് ക്രൂരമായ മർദ്ദനം നടത്തി നിർബന്ധിപ്പിച്ച് കുറ്റവാളികളുടെ ലിസ്റ്റിൽപ്പെടുത്തുന്നതായും പിണറായി ആരോപിച്ചു. സംഭവങ്ങൾ നടന്നാലും അതിന്റെ എല്ലാം ഉത്തരവാദിത്വം മുസ്ലിം തീവ്രവാദ സംഘടനകൾക്കാണ് എന്ന് പെട്ടെന്ന് തന്നെ ആരോപിക്കുകയും ആരാണ് ആക്രമണം നടത്തിയത് എന്ന് പ്രാഥമിക തെളിവ് കിട്ടുന്നതിന് മുൻപ് തന്നെ ശക്തമായ പ്രചരണം മുസ്ലിം തീവ്രവാദികളാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടുവരുമായിരുന്നു. ഇത് RSSന്റെ അജണ്ടയായി. RSSന്റെ അജണ്ടയുടെ ഭാഗമായി അവരെ ബോധപൂർവം പ്രചരിപ്പിക്കുകയായിരുന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം M. ഈരാപ്പിള്ള ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ P.K. ശ്രീമതി ടീച്ചർ, E.P. ജയരാജൻ, A. വിജയരാഘവൻ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ബേബി ജോൺ, എളമരം കരീം, A.K. ബാലൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K.N. ബാലഗോപാൽ MP, P. രാജേന്ദ്രൻ, M.K. ഭാസ്കരൻ, CPM ജില്ലാ സെക്രട്ടറി K. രാജഗോപാൽ, മുൻ MLA B. രാഘവൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ P.R. വസന്തൻ, E. കാസിം, S. സുദേവൻ, S. ജയമോഹൻ, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ബിജു K. മാത്യു, H. നജീബ് മുഹമ്മദ്, N. ജഗദീശൻ, പട്ടാഴി വടക്കേക്കര
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സുധാകരൻ, പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ, പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഫാത്തിമ ഖാൻ, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശ് തുടങ്ങി നിരവധി നേതാക്കൾ പ്രസംഗിച്ചു. CPM ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ജാഥ ക്യാപ്റ്റൻ കൂടിയായ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന് ഹാരാർപ്പണം നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കേരള രക്ഷാ മാർച്ചിന്റെ സ്വീകരണ വേദിയിൽ ആദ്യകാല നേതാക്കൾക്കും വിവിധ രംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ചവർക്കും ആദരം. പത്തനാപുരം കല്ലുംകടവിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിലാണ് പ്രതിഭകളെയും ആദ്യകാല നേതാക്കളെയും ആദരിച്ചത്. വിപ്ലവ പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളോളം പ്രയത്നിച്ച വന്ധ്യ വയോധികർക്കും വിവിധ രംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ചവർക്കുമാണ് കേരള രക്ഷാ മാർച്ചിന്റെ വേദിയിൽ ആവേശകരമായ ആദരവ് ലഭിച്ചത്. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനും ഗാന്ധിഭവൻ സെക്രട്ടറിയുമായ പുനലൂർ സോമരാജൻ, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് മീര ആർ നായർ, കേരള സർവകലാശാല MBA പരീക്ഷയിൽ 1ാം സ്ഥാനം നേടിയ ശരണ്യ ബി ശശി, സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ അബീന, യുവഗായിക JS ഇന്ദു തുടങ്ങിയ നിരവധി പ്രതിഭകളെ ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകിയും പൊന്നാടയണിയിച്ചും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന കോൺഗ്രസ് ജനങ്ങളെ ദുരിതത്തിലാക്കി തകർക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. കൊട്ടാരക്കരയിൽ നൽകിയ സ്വീകരണ യോഗത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. മതനിരപേക്ഷതയ്ക്ക് അപകടമുണ്ടാകുന്ന ഒട്ടേറെ കാര്യങ്ങൾ സമീപകാലത്തുണ്ടായി. രാജ്യത്തെ ഓരോ വിഭാഗം ജനത്തെയും വലിയ തോതിൽ പീഡിപ്പിക്കുന്ന നയം നടപ്പാകുന്നു. ഇത് കാരണം ജനങ്ങൾ കോൺഗ്രസിനെ കൈയൊഴിഞ്ഞു. വർഗീയ കലാപവും വർഗീയ സംഘർഷവും ഉണ്ടാകുമ്പോൾ അതിലൂടെ ശക്തിപ്പെടാനാണ് BJP ആഗ്രഹിക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. വെള്ളിയാഴ്ച 12 മണിക്ക് അമ്പലക്കര ഗ്രൌണ്ടിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് P. ഐഷ പോറ്റി MLA അധ്യക്ഷയായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R. സഹദേവൻ സ്വാഗതം പറഞ്ഞു. കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി SR രമേശ്, ജില്ലാ സെക്രട്ടറി K. രാജഗോപാൽ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ എന്നിവർ സമ്മേളനത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. RSSും മറ്റ് വർഗീയ സംഘടനകളുമാണ് രാജ്യത്തെ മതനിരപേക്ഷതയ്ക്ക് തടസ്സമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. കടക്കലിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതനിരപേക്ഷ പാർട്ടിയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് വർഗീയതയെ എതിർക്കാൻ കഴിയുന്നില്ലെന്നും വർഗീയതയുമായി സമരസപ്പെട്ടു പോകാനാണ് കോൺഗ്രസിന് താൽപര്യമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതിനൊപ്പം കേരളത്തിലെ കോൺഗ്രസ് ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടിയായിരിക്കും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു. മതനിരപേക്ഷതയ്ക്ക് ഭീഷണിയായി RSSനെ പോലുള്ള വർഗീയ സംഘടനകൾ ഉയർന്നു നിൽക്കുകയാണ്. ഇവിടെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നവര് വർഗീയതയെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കാൻ തയ്യാറാവും. നമ്മുടെ രാജ്യത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി ഒരു മതനിരപേക്ഷ പാർട്ടിയാണെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിലും അവർക്ക് വർഗീയതയെ ശക്തമായി എതിർക്കാൻ കഴിയാറില്ല. എപ്പോഴും വർഗീയതയുമായി സമരസപ്പെട്ടു പോകാനാണ് താല്പര്യം. വർഗീയതയുമായി ഒത്തുകളിച്ച ഒരുപാട് അനുഭവങ്ങൾ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിലുണ്ട്. CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൊല്ലായിൽ സുദേവൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. CPM കടക്കൽ ഏരിയ സെക്രട്ടറി S. വിക്രമൻ സ്വാഗതം പറഞ്ഞു. CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, വിജയരാഘവൻ, P. രാജേന്ദ്രൻ, K. ശ്രീമതി, AK ബാലൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K. രാജഗോപാൽ, കരകുളം ബാബു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B. ശിവദാസപിള്ള തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കൊല്ലം ജില്ലയിൽ പ്രവേശിച്ച യാത്രയെ നിലമേലിൽ വെച്ച് ജില്ലാ സെക്രട്ടറി K. രാജഗോപാൽ സ്വീകരിച്ചു. തുടർന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ കടക്കൽ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ എത്തിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് 150 കിടക്കകളുള്ള ബഹുനില മന്ദിരം നിർമ്മിക്കാൻ ധനകാര്യ വകുപ്പ് 13 കോടി രൂപ അനുവദിച്ചു. KLDCക്കാണ് നിർമ്മാണ ചുമതല. പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് എക്കോ ഫ്രണ്ട്ലി ബഹുനില മന്ദിരത്തിന് 13 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി KLDC ചെയർമാൻ ബെന്നി കക്കാട് അറിയിച്ചു. പുതിയ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് അതിന് ഏകദേശം 13 കോടി 26 ലക്ഷം രൂപയുടെ ASN നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കതും ഈ പുനലൂർ പട്ടണത്തിൽ വരുമ്പോൾ മനോഹരമായ ഒരു 3 നില കെട്ടിടം, 4 നില കെട്ടിടമാണ് ഈ പുനലൂർ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം 150 കിടക്കയുള്ള ഒരു മനോഹരമായ ഹോസ്പിറ്റലാണ് നമുക്ക് പണിയാൻ പോകുന്നത്. അതിന്റെ നിർമ്മാണ ചുമതല ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ.
150 കിടക്കകളുള്ള 3 നില മന്ദിരത്തിന്റെ നിർമ്മാണ ചുമതല KLDCക്കാണ്. 2009 ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് താലൂക്ക് ആശുപത്രിക്ക് പുതിയ ബഹുനില മന്ദിരം നിർമ്മിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കിയത്. ഭരണാനുമതി ലഭിച്ച് BSNLന് നിർമ്മാണ ചുമതല നൽകിയെങ്കിലും പിന്നീട് മുടങ്ങി. 8.33 കോടി രൂപയായിരുന്നു അന്ന് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധനവ് പരിഗണിച്ച് എസ്റ്റിമേറ്റ് പുതുക്കിയാണ് തുക 13 കോടിയായി ഉയർത്തിയത്. മാർച്ചിന് മുൻപ് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടക്കുമെന്നും ബെന്നി കക്കാട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വാട്ടർ അതോറിറ്റിയുടെ കൊട്ടാരക്കര ഓഫീസിലേക്ക് AIYF പ്രവർത്തകർ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. മുൻ MP ചെങ്ങറ സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബുധനാഴ്ച 11 മണിക്ക് നടന്ന ധർണ മുൻ MP ചെങ്ങറ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജപ്പാൻ കുടിവെള്ള പദ്ധതി വിപുലീകരിക്കുക, കുളക്കട പവിത്രേശ്വരം പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതി അടിയന്തരമായി കമ്മീഷൻ ചെയ്യുക, MC റോഡിന് എതിർവശത്തുള്ള ഭാഗങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുക, KIP കനാൽ പൂർണ്ണമായി തുറന്നുവിട്ട് ജലക്ഷാമം പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സന്ദർഭത്തിൽ കുളക്കട പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിന് ആവശ്യമാകുന്ന തരത്തിലുള്ള പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചുകൊണ്ട്, വാട്ടർ ടാങ്കുകൾ സ്ഥാപിച്ചുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി കുളക്കട ഗ്രാമപഞ്ചായത്ത് തന്നെ അതിന്റെ ഓൺ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് 50-ലധികം സെന്റ് ഭൂമി വിലയ്ക്ക് വാങ്ങി വാട്ടർ സപ്ലൈ നടത്തുന്നതിനു വേണ്ടിയുള്ള ടാങ്ക് നിർമ്മിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ജലവിഭവ വകുപ്പ് 14 കോടിയിലധികം രൂപ അനുവദിച്ചുകൊണ്ടാണ് കുളക്കട പവിത്രേശ്വരം ഇരു പഞ്ചായത്തുകളിലെയും ജനങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. CPI കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. AIYF മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് കായില അധ്യക്ഷനായി. സെക്രട്ടറി S. വിനോദ് സ്വാഗതം പറഞ്ഞു. AIYF ജില്ലാ സെക്രട്ടറി CP പ്രദീപ്, CPI കൊട്ടാരക്കര മണ്ഡലം സെക്രട്ടറി A. മന്മഥൻ നായർ, CPI ജില്ലാ കമ്മിറ്റി അംഗം AS ഷാജി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കൊട്ടാരക്കര കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ അദാലത്ത് ഈ മാസം 14 മുതൽ 28 വരെ നടക്കും. കുടിശ്ശിക വരുത്തിയ ഇടപാടുകാർക്ക് അദാലത്തിലൂടെ ഇളവുകൾ ലഭ്യമാകുമെന്ന് ബാങ്ക് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷ് അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ആശ്വാസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ബാങ്കിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ളവർക്ക് അദാലത്തിൽ ഇളവ് നൽകുന്നത്. ബാങ്കിന്റെ കൊട്ടാരക്കര ഹെഡ് ഓഫീസിലും കടക്കൽ ബ്രാഞ്ചിലുമായി വില്ലേജുകൾ തിരിച്ചാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. ദീർഘകാല വായ്പ എടുത്ത് കുടിശ്ശിക വരുത്തിയവർ, ലോൺ എടുത്തതിനു ശേഷം മരണപ്പെട്ടവർ, മാറാരോഗങ്ങൾ പിടിപെട്ടവർ എന്നിവർക്ക് ആശ്വാസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ നൽകുമെന്ന് ബാങ്ക് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷ് അറിയിച്ചു. മേലില, ചക്കുവരക്കൽ, വെട്ടിക്കവല, വാളകം, ഉമ്മന്നൂർ വില്ലേജിലെ ഇടപാടുകാർക്ക് 14-ന് രാവിലെ 11 മുതൽ കൊട്ടാരക്കര ഹെഡ് ഓഫീസിലാണ് അദാലത്ത്. ചിതറ വില്ലേജിലെ ഇടപാടുകാർക്ക് 15-നും, മാങ്കോട് വില്ലേജുകാർക്ക് 18-നും, കുമ്മിൾ കടക്കൽ നിവാസികൾക്ക് 20-നും കടക്കൽ ബ്രാഞ്ച് ഓഫീസിലാണ് അദാലത്ത് നടക്കുക. കോട്ടുകൽ, ഇട്ടിവ വില്ലേജുകാർക്ക് 25-നും, നിലമേൽ, ചടയമംഗലം, ഇളമാട്, വെളിനല്ലൂർ നിവാസികൾക്ക് 28-നും കടക്കൽ ബ്രാഞ്ചിലെ അദാലത്തിൽ പങ്കെടുത്ത് ആനുകൂല്യങ്ങൾ നേടാം. ന്യൂസ് ബ്യൂറോ, കടക്കൽ. ചിതറ ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നിർമ്മിച്ച ഓഫീസ് മന്ദിരം ഈ മാസം 10-ന് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. വൈകിട്ട് 4:30-ന് ചിതറ ജംഗ്ഷനിൽ നിന്നും ഘോഷയാത്ര ആരംഭിച്ച് ടൌൺ ചുറ്റി ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ MLA മുല്ലക്കര രത്നാകരൻ അധ്യക്ഷനാകും. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ സ്വാഗതം പറയും. MP N. പീതാംബരക്കുറുപ്പ് മുഖ്യ പ്രഭാഷണം നടത്തും. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ സംസാരിക്കും. കടയ്ക്കലിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായരാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് ചിതറ ജംഗ്ഷനിൽ നിന്ന് കൃത്യം 4:30-ന് ആരംഭിക്കുന്ന ഘോഷയാത്ര 5 മണിക്ക് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ എത്തിച്ചേരുമ്പോൾ ബഹുമാനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ജേക്കബ് വർഗീസ് വടക്കടത്തിന് തുടരാമെന്ന് ഹൈക്കോടതി. ഇതോടെ നഷ്ടമായ പഞ്ചായത്ത് ഭരണം വീണ്ടും UDF തിരിച്ചുപിടിച്ചു.
കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ജേക്കബ് വർഗീസ് വടക്കേടത്തിന് തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവ്. പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ജേക്കബ് വർഗീസിന്റെ പരാതിയെ തുടർന്ന് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. നഷ്ടപ്പെട്ടെന്ന് കരുതിയ പഞ്ചായത്തിന്റെ ഭരണം ഇതോടെ UDF നിലനിർത്തി. പ്രസിഡന്റായിരുന്ന കേരള കോൺഗ്രസ് ബിയിലെ ജേക്കബ് വർഗീസ് വടക്കേടത്തിന് സ്ഥാനം നഷ്ടമായെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ 31-ന് പ്രഖ്യാപിച്ചിരുന്നു. പ്രസിഡന്റ് സ്ഥാനം ഒഴിവുവന്നതായും തുടർ നടപടികൾ സ്വീകരിക്കുവാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി P. ഗീതയാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. ഇതിനെതിരെ ജേക്കബ് വർഗീസ് വടക്കേടത്ത് നൽകിയ ഹർജിയിലാണ് കമ്മീഷന്റെ ഉത്തരവ് കോടതി സ്റ്റേ ചെയ്തത്. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ ബാങ്കിലെ ബാധ്യതാ വിവരം മറച്ചുവെച്ചുവെന്ന് കാട്ടി എതിർ സ്ഥാനാർത്ഥി ഗോപിനാഥിന്റെ ഹർജിയെ തുടർന്നായിരുന്നു ജേക്കബ് വർഗീസിനെ കോടതി അയോഗ്യനായി പ്രഖ്യാപിച്ചത്. ഇതിനെതിരെ ജേക്കബ് വർഗീസ് അപ്പീലിന് പോയപ്പോൾ വോട്ടവകാശമില്ലാതെയും പ്രതിഫലമില്ലാതെയും പഞ്ചായത്ത് അംഗമായി തുടരാൻ ജില്ലാ കോടതി അനുമതി നൽകിയിരുന്നു. തുടർന്നാണ് പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിവുവന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവിച്ചത്. തുടർന്ന് ജേക്കബ് വർഗീസ് ഹൈക്കോടതിയെ സമീപിച്ചു. ജില്ലാ കോടതി ജേക്കബ് വർഗീസിന്റെ അംഗത്വം നഷ്ടപ്പെട്ടതായി വിധിച്ചിട്ടില്ലെന്നും അതിനാൽ പ്രസിഡന്റായി തുടരുന്നതിൽ തടസ്സമില്ലെന്നും കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. 16 അംഗ പഞ്ചായത്തിൽ LDF-നും UDF-നും 8 അംഗങ്ങൾ വീതമാണുള്ളത്. ജേക്കബ് വർഗീസിന്റെ പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിന് സ്റ്റേ ലഭിച്ചതോടെ പഞ്ചായത്തിന്റെ ഭരണം വീണ്ടും UDF-ന്റെ കരങ്ങളിലെത്തി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പുനലൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷിക ആഘോഷവും സ്വയം തൊഴിൽ പദ്ധതിയുടെ ഉദ്ഘാടനവും വിപുലമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങുകൾ. വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഹൌസിംഗ് ബോർഡ് ചെയർമാൻ അറക്കൽ ബാലകൃഷ്ണപിള്ള നിർവഹിച്ചു. സ്വയം തൊഴിൽ പദ്ധതിയുടെ ഉദ്ഘാടനം ലോട്ടറി വകുപ്പ് ഡയറക്ടർ നന്ദകുമാർ നിർവഹിച്ചു. സ്കൂളിന് പുതുതായി നിർമ്മിച്ച പ്രവേശന കവാടം നഗരസഭ മുൻ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ചരിത്രകാരൻ MG ശശിഭൂഷൺ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ഉപാധ്യക്ഷൻ S. ബിജു ചാരിറ്റി റിലീഫ് ഫണ്ടുകൾ വിതരണം ചെയ്തു. ചലച്ചിത്ര സീരിയൽ നടി സജിത ബേട്ടി വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കടക്കലിൽ കശുവണ്ടി ഫാക്ടറിയുടെ ഓഫീസ് കെട്ടിടത്തിന് തീപിടിച്ചു. കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. രാത്രിയായതിനാൽ ആളപായമില്ല. അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്നാണ് തീ കെടുത്തിയത്. കൊല്ലം സ്വദേശി രാജേന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള കശുവണ്ടി ഫാക്ടറിക്കാണ് ശനിയാഴ്ച രാത്രി 7:30 തീപിടിച്ചത്. തീപിടുത്തത്തിൽ ഓഫീസ് മുറി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. ഓഫീസിന് പിന്നിൽ കൂട്ടിയിട്ടിരുന്ന കശുവണ്ടിത്തോടിനാണ് ആദ്യം തീപിടിച്ചത്. തുടർന്ന് തീ കെട്ടിടത്തിലേക്ക് പടരുകയായിരുന്നു. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാരാണ് കടക്കൽ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. തുടർന്ന് പോലീസിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ അഗ്നിശമന സേന മണിക്കൂറുകൾ ശ്രമിച്ചാണ് തീ കെടുത്തിയത്. പിന്നീട് പുനലൂരിൽ നിന്നും അഗ്നിശമന സേനയുടെ ഒരു യൂണിറ്റ് കൂടി എത്തിച്ചാണ് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കിയത്. മറ്റു കെട്ടിടങ്ങളിലേക്ക് തീ പടരാത്തത് വൻ അപകടവും നഷ്ടവും ഒഴിവാക്കി. കശുവണ്ടിത്തോട് കൂട്ടിയിട്ടിരുന്ന ഭാഗത്ത് വീണ്ടും തീ പടരാൻ സാധ്യതയുള്ളതിനാൽ JCB ഉപയോഗിച്ച് കശുവണ്ടിത്തോടുകൾ നീക്കം ചെയ്ത ശേഷമാണ് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചത്. രാത്രിയായതിനാൽ ആളപായമുണ്ടായില്ല. ആഴ്ചകൾക്ക് മുൻപ് സമീപത്ത് പടക്ക നിർമ്മാണശാലയ്ക്കും തീപിടിച്ചിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കടക്കൽ. വരൾച്ചയുടെ ദുരിതത്തിന് പരിഹാരമായി കല്ലട ജലസേചന പദ്ധതിയുടെ കനാലുകൾ ജലസമൃദ്ധമായി. ഉപകനാലുകളുടെ തകർച്ച നീരൊഴുക്കിനെ സാരമായി ബാധിച്ചത് കർഷകർക്ക് ഇരുട്ടടിയായി. വേനൽ കടുത്തുവരുന്ന സാഹചര്യത്തിൽ നാട്ടിൻ പ്രദേശങ്ങളിലെ കിണറുകളിലും പാടങ്ങളിലും നീരൊഴുക്ക് നിലച്ചിരിക്കുകയാണ്. കനാലിലൂടെയുള്ള ജലവിതരണം ഏറെ അനുഗ്രഹമായിരിക്കുന്നത് കർഷകർക്കാണ്. ഉപകനാലുകൾ വഴി ജലം പാടശേഖരങ്ങളിലും എത്തുന്നുണ്ട്. കനാൽ കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ കിണറുകൾ ജലസമൃദ്ധമായി. ഇത് വരൾച്ചയ്ക്ക് ഒരു പരിധിവരെ ആശ്വാസമാകുന്നു. എന്നാൽ പല ഭാഗങ്ങളിലും ഉപകനാലുകളുടെ തകർച്ച കർഷകരെയും നാട്ടുകാരെയും ബുദ്ധിമുട്ടിലാക്കി. ഉപകനാലിന്റെ ഭിത്തികൾ തകർന്ന് ജലം പാഴായി പോവുകയാണ്. ഇത് കാരണം ഉപകനാലുകൾ തുറക്കാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. കനാൽ ജലം കെട്ടിട നിർമ്മാണത്തിനും മറ്റും ഉപയോഗിക്കുന്നവരും കുറവല്ല. കനാലുകൾ വഴി ജലവിതരണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് നിരവധി തവണ യുവജന സംഘടനകളും പരിസ്ഥിതി പ്രവർത്തകരും സമരം നടത്തിയിരുന്നു. എന്നാൽ കനാൽ പല ഭാഗങ്ങളിലും തകർന്നു കിടക്കുകയാണെന്നും അതുകൊണ്ട് ജലവിതരണം നടത്താൻ പറ്റില്ല എന്നുമായിരുന്നു അധികൃതരുടെ വാദം. എന്നാൽ ജനങ്ങളുടെ സമ്മർദ്ദം മൂലം അധികൃതർ ജലവിതരണം ആരംഭിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പത്തനാപുരം മഞ്ചള്ളൂർ മഠത്തിൽ ദുർഗാദേവിക്ക് ഭക്തജനങ്ങളുടെ പൊങ്കാല സമർപ്പണം. ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ദേവിക്ക് പൊങ്കാല സമർപ്പിച്ചത്.
ചിരപുരാതനമായ പത്തനാപുരം മഞ്ചള്ളൂർ മഠത്തിൽ ദുർഗാദേവി ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ചയാണ് പൊങ്കാല സമർപ്പണം നടന്നത്. ക്ഷേത്രമേൽശാന്തി മഹേഷ് ശർമ്മ പൊങ്കാല അടുപ്പുകളിലേക്ക് ഭദ്രദീപം പകർന്നു നൽകിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. നൂറുകണക്കിന് ഭക്തരാണ് പൊങ്കാല അർപ്പിക്കാനായി എത്തിയത്. 7 മുതൽ 11 വരെ തീയതികളിലാണ് തൃക്കൊടിയേറ്റ് മഹോത്സവം നടക്കുന്നത്. 6 മണിക്ക് ക്ഷേത്രമേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടന്നു. ശനി മുതൽ തിങ്കൾ വരെ തീയതികളിൽ പറക്കെഴുന്നള്ളിപ്പ് നടക്കും. ചൊവ്വാഴ്ച തലവൂർ ധർമ്മേശ്വരൻ പിള്ളയും സംഘവും അവതരിപ്പിക്കുന്ന അഖണ്ഡ നാമജപയജ്ഞം, ബുധനാഴ്ച കാവിൽ നൂറും പാലും, വൈകിട്ട് 4-ന് ആറാട്ടുഘോഷയാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് മതപ്രഭാഷണവും ഭക്തിഗാനസുധയും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിപിഎമ്മിന്റെ കേരള രക്ഷാ മാർച്ചിന് കൊല്ലം ജില്ലയിൽ ഊഷ്മള സ്വീകരണം. ജാഥ വൈകിട്ടോടെ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിച്ചു. വിവിധ ആവശ്യങ്ങളുന്നയിച്ച് AIYF കൊട്ടാരക്കര വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. കടയ്ക്കൽ കശുവണ്ടി ഫാക്ടറി ഓഫീസ് തീപിടുത്തത്തിൽ കത്തി നശിച്ചു. രാത്രിയായതിനാൽ ആളപായമില്ല. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.